ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രോൺസ് റോസ്റ്റ് അഥവാ കൊഞ്ച് റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇത് ആപ്പം, ഇടിയാപ്പം, ചപ്പാത്തി, പൊറോട്ട, ചോറിനൊക്കെ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ അതിനടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ ഈസി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഡീവെയിൻ ചെയ്ത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ പ്രോൺസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു 15-20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അടുത്തത് നമുക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി, കുറച്ചൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി നമുക്ക് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രോൺസ് ഒരു 80% കുക്കായതിനു ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് വാങ്ങാം. പ്രോൺസ് ഒരു 4 to 5 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. കൂടുതൽ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായി പോവും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിന്റെയും പേസ്റ്റ് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ പച്ചമണമൊക്കെ പോയി പേസ്റ്റ് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള തിന്നായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർക്കണത്. ഇനി ഈ സവാള നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ വഴറ്റണം. ഇപ്പൊ സവാള നല്ലോണം വഴന്നിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ഒരു 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർക്കാൻ പോണേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും ബാക്കി മസാലപ്പൊടികളും ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയുമാണ്. പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ മസാല നല്ലോണം കുക്കായി അതിന്റെ വെള്ളമൊക്കെ വറ്റി ഒരു തൊക്ക് പരുവത്തിലാവണം. ഇപ്പൊ മസാല നല്ലോണം കുക്കായി അതിലത്തെ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കാം. പ്രോൺസും മസാലയും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 to 6 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് പ്രോൺസ് ഫുള്ളി കുക്ക്ഡ് ആയിക്കോളും. ഉപ്പും നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മളുടെ പ്രോൺസ് റോസ്റ്റ് അഥവാ പ്രോൺ തൊക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നല്ലോണം കരിവേപ്പില ചേർത്ത് ഇത് നമുക്ക് അടച്ചു വെക്കാം. കഴിക്കാറാവുമ്പോൾ മാത്രം തുറക്കുക. അപ്പൊ ആ ചൂടിൽ കരിവേപ്പിലയുടെ ഫ്ലേവറും നല്ലോണം ഈ പ്രോൺസ് റോസ്റ്റിലേക്ക് ഇറങ്ങിക്കോളും. അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, അധികം സമയം പിടിക്കില്ല. പ്രോൺസ് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.